الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലും ആഖിറത്തിലും നേടിയെടുക്കാനും നമ്മെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലെ അവശേഷിക്കുന്ന എണ്ണപ്പെട്ട ദിനങ്ങളിൽ അല്ലാഹു നമുക്ക് മേൽ ബർക്കത്ത് ചൊരിയുകയും വിശുദ്ധ റമദാനിലേക്ക് ആയുസ്സോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ
എത്തിച്ചേരാൻ നമ്മെ സവിശേഷമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൻ അബീ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ വളരെ പ്രമുഖനായ ആളാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ജാഅ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഒരാൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഫഖാല യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. വഔജിസ്, ചുരുക്കി പഠിപ്പിച്ചു തരികയും വേണം. ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ പറയുന്നതിനാണ് സംഗ്രഹിക്കുക, മൂജസാക്കുക, ഈജാസ് ചെയ്യുക എന്നൊക്കെ പറയുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു: ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഇ. നീ നമസ്കാരത്തിലേക്ക് എണീറ്റ് നിന്നാൽ നീ ഒരു യാത്ര പറയുന്നവന്റെ നമസ്കാരം നമസ്കരിക്കുക. അഥവാ ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്, ഞാൻ ദുനിയാവിനോട് വിട പറഞ്ഞ് യാത്ര പറഞ്ഞു പോകാനിരിക്കുകയാണ്. ഈ ദുനിയാവിൽ ഞാൻ നിർവഹിക്കുന്ന അവസാനത്തെ നമസ്കാരമാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ അർപ്പിക്കുന്ന എന്റെ അവസാനത്തെ ആരാധനയാണ്. ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ്, ദുനിയാവിനോട് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന, എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ സൽക്കർമ്മമാണിത് എന്ന പോലെ നമസ്കരിക്കുക. വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു. നിനക്ക് മാപ്പ് ചോദിക്കേണ്ടി വരുന്ന, ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു വർത്തമാനവും നീ സംസാരിക്കരുത്. അതാണ് രണ്ടാമത്തെ റസൂലിന്റെ ഉപദേശം. വഅജ്മിഉൽ യഅസ അമ്മാ ഫീ ഐദിൻ നാസ്. ജനങ്ങളുടെ കൈകളിലുള്ള ഭൗതിക സൗകര്യങ്ങൾ കണ്ടിട്ട് അത് ലഭിക്കാത്തതിൽ നിരാശപ്പെടുന്ന അവസ്ഥയെ ഇല്ലാതാക്കുക. ഈ 3 ഉപദേശങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നൽകിയത്. വിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആ റമദാനിലേക്ക് മുന്നൊരുക്കം നടത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ നമസ്കാരത്തെ ക്രമീകരിക്കുന്നതിനെ കുറിച്ചും അതിനെ വ്യവസ്ഥപ്പെടുത്തുന്നതിനെ കുറിച്ചും അതിനെ അതിന്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കാരണം റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം നമസ്കാരം തന്നെയാണ്. നോമ്പെന്ന് പറഞ്ഞാൽ ഉപേക്ഷ വരുത്തലാണ്, ഒഴിവാക്കലാണ്. നമ്മൾ കർമ്മമായി അനുഷ്ഠിക്കുന്ന ആരാധനകളിൽ നോമ്പിന്റെ സന്ദർഭത്തിലും റമദാനിന്റെ സന്ദർഭത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരം തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ പടച്ചിട്ടുള്ളത് അല്ലാഹുവിന് ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയാണ്. ഇബാദത്ത് നിർവഹിക്കുക എന്ന മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യൻ എത്തിച്ചേരേണ്ടത് സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്കല്ല. അതുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതിന്റെ പ്രതീക്ഷിക്കപ്പെടുന്ന റിസൾട്ട്, ഫലം സ്വർഗപ്രാപ്തിയാണ്, നരകത്തിൽ നിന്നുള്ള മോക്ഷമാണ്. അത് സാധ്യമാക്കുന്ന വിധത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് ദീനിലെ ആരാധനാ കർമ്മങ്ങളൊക്കെയും. നമസ്കാരം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു മനുഷ്യൻ വരുത്തുന്ന വീഴ്ചയായിരിക്കും ഏറ്റവും പ്രധാനമായി അയാളെ നരകത്തിലേക്ക് തള്ളിവിടുകയെന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം സന്ദർഭങ്ങളിൽ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന ചോദ്യത്തിനുള്ള നരകവാസികളുടെ മറുപടിയിൽ ഒന്നാമത്തേത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല എന്നതാണ്. അപ്പൊ അതിന്റെ ഗൗരവം അറിഞ്ഞ് നമസ്കരിക്കാതിരുന്നാൽ നരകമാണ് അതിന്റെ ഫലം എന്ന് തിരിച്ചറിഞ്ഞ് ഒരാൾ നമസ്കരിക്കാൻ തുടങ്ങിയാലോ, ഒരാൾ നമസ്കാരക്കാരനായി മാറിയാലോ, നമസ്കാരക്കാരിൽ പെടാത്തതിന്റെ അപകടം, നമസ്കാരക്കാരിൽ പെടാതെ പോകുന്നതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് ഒരാൾ നമസ്കാരക്കാരനായി മാറിയാലോ അപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമസ്കരിക്കുന്നവർ അവർക്കുണ്ടാകുന്ന അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഭയപ്പെടുത്തുന്നുണ്ട്. നമസ്കരിക്കാത്തവരെ ഭയപ്പെടുത്തിയ പോലെ, നരകമായിരിക്കും ഫലം എന്ന് ഭയപ്പെടുത്തിയതുപോലെ നമസ്കരിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുത്തുന്നുണ്ട്. ചില നമസ്കാരക്കാർ അല്ലെങ്കിൽ ചില നമസ്കാരങ്ങൾ അത് വലിയ അപകടവും ശിക്ഷയുമാണ് വിളിച്ചു വരുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ താക്കീത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അപകടമുണ്ടാക്കുന്ന നമസ്കാരം, നരകത്തിലേക്ക് തന്നെ നമ്മളെ തള്ളിവിടുന്ന നമസ്കാരം, സ്വർഗം നേടാൻ നമ്മെ സഹായിക്കാത്ത നമസ്കാരം, ആ നമസ്കാരത്തിന്റെ അടിസ്ഥാന ലക്ഷണം നിഫാഖാണ്. ആ നിഫാഖിന്റെ പ്രകടമായ ലക്ഷണം റിയാ ആണ് എന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകിയിട്ടുണ്ട്. ഇന്നൽ മുനാഫിഖൂന യുഖാദിഊന അല്ലാഹ്, മുനാഫിഖുകൾ അല്ലാഹുവിനെ പറ്റിക്കാനാണ്, അല്ലാഹനെ വഞ്ചിക്കാനാണ് അവർ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ വഹുവ ഖാദിഉഹും, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലാഹു അവരെ പറ്റിക്കുകയാണ് സംഭവിക്കുന്നത്. അല്ലാഹുവിനെതിരെ ചതിപ്രയോഗം നടത്താൻ ആര് ശ്രമിച്ചാലും അത് വിജയിക്കുകയില്ല, അത് വിലപ്പോവുകയില്ല. മറിച്ച് അല്ലാഹുവിനോട് കാണിക്കുന്ന ഏത് വഞ്ചനയും അത് വഞ്ചന നടത്തുന്നയാൾക്ക് നേരെ തിരിഞ്ഞു കുത്തുകയാണ് ചെയ്യുക, അവൻ സ്വയം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ അല്ലാഹുവിനെ പറ്റിക്കാൻ ശ്രമിച്ച് സ്വയം പറ്റിക്കപ്പെടുന്ന, സ്വയം വഞ്ചിക്കപ്പെടുന്ന മുനാഫിഖുകളുടെ ലക്ഷണമായി അല്ലാഹു പറയുന്നത് വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല, അവർ നമസ്കാരത്തിലേക്ക് എണീറ്റ് നിന്നാൽ മടിയന്മാരായാണ്, അലസന്മാരായിട്ടാണ് അവർ നമസ്കാരത്തിലേക്ക് വന്നു നിൽക്കുക എന്നതാണ്. മടിയോടെ, അലസതയോടെ, അലംഭാവത്തോടെ ആണ് നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ, ആരുടെ മുമ്പിലേക്കാണ് നമസ്കരിക്കാൻ വന്നു നിൽക്കുന്നതെന്ന ബോധമില്ലാതെ, ഹൃദയ സാന്നിധ്യമില്ലാതെ, എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏത് സ്ഥലത്താണ് വന്നു നിൽക്കുന്നത് എന്നതിന്റെയൊന്നും ഗൗരവം തിരിയാതെ കുസാല, മടിയന്മാരായ, അലസന്മാരായി നമസ്കാരത്തിന് എണീറ്റ് വന്നു നിൽക്കുക എന്ന് പറയുന്നത് മുനാഫിഖുകളുടെ, കപടന്മാരുടെ ലക്ഷണമാണ് എന്നതാണ്. അപ്പൊ അങ്ങനെ മടിയോടുകൂടി പിന്നെ എന്തിനാണ് അവർ നമസ്കരിക്കുന്നത്? യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം. മടിയോടുകൂടി താല്പര്യമില്ലാതെ ഒരാൾ ഒരു കാര്യം ചെയ്യേണ്ടതില്ല, അത് വേണ്ടെന്ന് അയാൾക്ക് തീരുമാനിക്കാം. പക്ഷേ ആ നിഫാഖ് അവരിലൂടെ പ്രകടമാകുന്നത് മടിയോടെയും നമസ്കരിക്കാൻ വന്നു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ. അവിടെയാണ് റിയാ എന്ന് പറയുന്ന അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള
കാര്യം കടന്നു വരുന്നത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, അള്ളാഹുവിന്റെ സ്മരണക്ക്, അള്ളാഹുവിന്റെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ ഇങ്ങനെ തികട്ടി നിൽക്കാൻ വേണ്ടിയാണ് നമസ്കാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിലുടനീളം ദൈവസ്മരണയുണ്ടാവുകയും ആ ദൈവസ്മരണയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്വ ബോധം ജീവിതത്തെക്കുറിച്ചുണ്ടാവുകയും ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ചെയ്യുന്ന ഏത് കർമ്മവും സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുന്ന പ്രകൃതം ഒരു മനുഷ്യരിൽ ഉണ്ടായിത്തീരുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അടുത്ത ഒരു നമസ്കാരം കടന്നു വരുന്നത് വരെയെങ്കിലും ആ സ്മരണ നിലനിർത്താൻ സാധ്യമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുണ്ടാവുകയില്ല മുനാഫിഖുകൾക്ക്, നിഫാഖ് ബാധിച്ച നമസ്കാരക്കാർക്ക്, റിയാഹ് ബാധിച്ച നമസ്കാരക്കാർക്ക് അതുണ്ടാവുകയില്ല എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് കുഫറിന്റെ തന്നെ ലക്ഷണമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിന്റെ അടിസ്ഥാന കാരണം ദീനിനെ കുറിച്ചുള്ള നിഷേധം തന്നെയാണ്. ദീനിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ്, പ്രതിഫല നാളിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നവർക്ക് ഫവൈലുൽ ലിൽ മുസല്ലീൻ, അങ്ങനെയുള്ള നമസ്കാരക്കാർക്ക് നാശം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുള്ളത്. അപ്പൊ നമസ്കരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ടാകും. അതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് നമസ്കാരക്കാരായാൽ മാത്രം മതിയാവുകയില്ല. ആ നമസ്കാരത്തെ നിഫാഖിൽ നിന്നും റിയായിൽ നിന്നും മോചിപ്പിക്കുക എന്ന് പറയുന്നത് നമസ്കരിക്കുന്ന വിശ്വാസികൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ ആ നമസ്കാരം നമ്മൾ ഉദ്ദേശിച്ച സൽഫലം നമുക്ക് നേടിത്തരികയില്ലെന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്നാൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള അപകടങ്ങളിലേക്കാണത് നമ്മളെ തള്ളിവിടുക എന്ന കാര്യം സവിശേഷമായി ശ്രദ്ധിക്കണം. ഇനി അത്തരം നിഫാഖിൽ നിന്നും ഒക്കെ മോചനം നേടി ഒരാൾ നല്ല നമസ്കാരക്കാരനാകാൻ ശ്രമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം കൂടി താക്കീത് നൽകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മദ്യനിരോധത്തിന്റെ ഒരു സാഹചര്യം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കറിയാം. മദ്യനിരോധത്തിന്റെ ആദ്യഘട്ടത്തിൽ വിശ്വാസികൾക്ക് വന്നു ചേർന്നിട്ടുള്ള അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, ലഹരി ബാധിച്ചവരായി നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന നിർദ്ദേശമാണ്. ആദ്യഘട്ടത്തിൽ മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിരുന്നില്ല. നിരോധത്തിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് വിശ്വാസികളോട് നമസ്കാരത്തിന് വന്നു നിൽക്കുമ്പോൾ മദ്യലഹരി ബാധിച്ച അവസ്ഥയിലായിരിക്കരുത് എന്ന നിർദ്ദേശമാണ് നൽകിയത്. ഒരു വിശ്വാസി ഏതാണ്ട് ആ നിയമം പാലിച്ചാൽ തന്നെയും അയാൾക്ക് മദ്യം വർജിക്കേണ്ടി വരും എന്നത് പ്രായോഗികമായ ഒരു യുക്തിയും ഒരു സ്ട്രാറ്റജിയുമാണ്. അള്ളാഹു അതാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ലഹരി ബാധിച്ചവരായി നമസ്കരിക്കാത്തോടടുക്കരുത് എന്ന് അള്ളാഹ് പറയുന്നു? അതിന്റെ കാരണം അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്, ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിവുണ്ടാകാൻ വേണ്ടി. അപ്പൊ പറയുന്നത് എന്താണ് എന്ന ബോധത്തോടുകൂടിയും അറിവോടുകൂടിയുമാണ് നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത്. നിങ്ങൾ ലഹരി ബാധിച്ച് അങ്ങനെ വന്നാൽ നാക്ക് കുഴയും, പറയുന്നതിന്റെ കൺട്രോൾ, നിങ്ങളുടെ ബുദ്ധി സ്ഥിരത നഷ്ടപ്പെടും, പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടും. സാക്ഷാൽ ഉടയതമ്പുരാന്റെ മുമ്പിൽ നിന്ന് ബോധമില്ലാതെ പലതും നിങ്ങൾ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ലാഘവത്തോടെ സമീപിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് അല്ല നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. അത് വളരെ സവിശേഷമായ ഒരു സമയമാണ്. അവിടെ എന്താണ് പറയുന്നത് എന്നറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരാൾ മദ്യപിക്കാതെ തന്നെ അയാൾക്ക് നമസ്കാരത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ ആ നമസ്കാരം
അതിന്റെ സൽഫലങ്ങൾ കൊയ്യാൻ സഹായിക്കുകയില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമസ്കാരത്തിൽ പറയുന്ന ഓരോ ദിക്റിന്റെയും ഓരോ പ്രാർത്ഥനയുടെയും സൂക്ഷ്മമായ അർത്ഥങ്ങൾ ഒരു മുസ്ലിമിന് അറിഞ്ഞിട്ടില്ലെങ്കിലും ഓരോ സന്ദർഭത്തിലും തക്ബീർ കിട്ടുമ്പോൾ, അതിനുശേഷം ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലുമ്പോൾ, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ, റുകൂഇലായിരിക്കുമ്പോൾ, ഇഅ്തിദാലിലായിരിക്കുമ്പോൾ, സുജൂദിലായിരിക്കുമ്പോൾ, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലായിരിക്കുമ്പോൾ, തശഹ്ഹുദിലായിരിക്കുമ്പോൾ ഒക്കെയും താൻ എന്തൊക്കെ ഇടപാടുകളാണ് അള്ളാഹുവുമായിട്ട് നടത്തുന്നത് ഈ നമസ്കാരത്തിന്റെ ഇടയിൽ, താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധമെങ്കിലും സാമാന്യമായി ഒരു മിനിമം ലെവലിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അതില്ലെങ്കിൽ ആ നമസ്കാരം അതിന്റെ സൽഫലങ്ങളൊന്നും നേടിത്തരാത്ത കേവലം ബാഹ്യമായ ഒരു കർമ്മം മാത്രമായി റൂഹില്ലാത്ത നമസ്കാരമായിട്ടത് മാറും എന്നതാണ്. നമസ്കാരത്തിന്റെ റൂഹ് എന്ന് പറയുന്നത് ദൈവസ്മരണയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുമാണ്. അതില്ലാത്ത നമസ്കാരം റൂഹില്ലാത്ത ശരീരം പോലെ ചത്ത ശരീരമാണ്. ആത്മാവില്ലാത്ത ആരാധനാകർമ്മമാണ്. ആത്മാവില്ലാത്ത ആരാധന എന്ന് പറയുന്നത് ചത്തതുപോലെയാണ്, ജീവനില്ലാത്തതാണ്. അത് അതിന്റെ സൽഫലങ്ങളൊന്നും നമുക്ക് നേടിത്തരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമസ്കരിക്കുന്നവർ എന്തിടപാടാണ്, എന്തൊക്കെ ഇടപാടുകളാണ് അള്ളാഹുമായിട്ട് നടത്തുന്നത് എന്നതിനെ കുറിച്ച് ബോധമുണ്ടാകണം, എന്നതിനെ കുറിച്ച് അറിവുണ്ടാവണം എന്നത് നമ്മുടെ നമസ്കാരത്തെ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അറിയാത്തത് പഠിക്കണം. ഏറ്റവും മിനിമം ഫാത്തിഹയിലൂടെ എന്താണ് നടക്കുന്നത് എന്നത് നമുക്ക് ബോധമുണ്ടാകണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അള്ളാഹു പറയുന്നതായിട്ട് തന്നെ പഠിപ്പിച്ചു തന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ ഫാത്തിഹയുടെ പാരായണത്തിലൂടെ നടക്കുന്നത്? അത് ഫാത്തിഹയുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടല്ല അള്ളാഹു ആ ഹദീസ് അവതരിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ആ ഹദീസിന്റെ തുടക്കത്തിൽ അള്ളാഹ് പറയുന്നത് ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി എന്നാണ്. നമസ്കാരം എന്ന് പറയുന്നത് ഒരടിമ വന്നു നിന്ന് ഏകപക്ഷീയമായി ഒരു വെടിവെക്കൽ നടത്തുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമസ്കാരത്തെ ഞാൻ എനിക്കും എന്റെ അടിമക്കുമിടയിൽ വിഭജിച്ചിരിക്കുകയാണ്, ഭാഗം വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഒരിടപാടാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു ആ ഇടപാടിന്റെ ഉദാഹരണം മനസ്സിലാകാൻ, അതിന്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത് വഇദാ ഖാല അബ്ദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരത്തിൽ നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഫർളാക്കപ്പെട്ട കാര്യം ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എന്റെ അടിമ പറയുമ്പോൾ അയാൾ മനസ്സ് നിറച്ച് എന്നെ സ്തുതിക്കുകയാണ്. ആ വചനത്തിലൂടെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്ന ബോധമെങ്കിലും റബ്ബെന്താ അൽ ആലമീൻ എന്താ എന്നതിന്റെ അർത്ഥമൊന്നും സൂക്ഷ്മമായി അറിയാത്ത സാധാരണക്കാരും എന്തറിയണം? ആ ആയത്ത് പാരായണം ചെയ്യുന്നതിലൂടെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അഖില ലോകങ്ങളുടെയും സർവ്വലോകങ്ങളുടെയും നാഥനായ രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതങ്ങനെ ഒരു സ്തുതി എങ്ങോട്ടോ എന്ന പോലെ ഏറിലേക്ക് എയ്തു വിടുകയല്ല ചെയ്യുന്നത്. തൊട്ടു മുമ്പിൽ നിൽക്കുന്ന അള്ളാഹുവിനെ മുൻനിർത്തി ആ സ്തുതി പാടുകയാണ്, ആ സ്തുതി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ പാരായണം ചെയ്ത് പൂർത്തിയാകുന്നതോടുകൂടി തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ അടിമ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഹമിദനി അബ്ദി, ഇതാ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് ഞാൻ അതിന് പ്രത്യുത്തരം ചെയ്യും. അപ്പോ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ് അത് അള്ളാഹുവിനുള്ള സ്തുതിയാണെന്ന് മനസ്സിലാക്കി അത് ഉച്ചരിച്ചാൽ, അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാതോർക്കാൻ തോന്നും നമസ്കാരത്തിൽ. അങ്ങനെ കാതോർത്താൽ ഈ പുറമേക്ക് കാണുന്ന കാതുകൊണ്ടല്ല, അകമേയുള്ള അകക്കാമ്പ് കൊണ്ട് സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ആ ഹംദിന് നേരെ ഞാൻ എന്റെ അടിമ എന്നെ സ്തുതിച്ചത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പ്രത്യുത്തരം ചെയ്യുന്നത് എന്റെ കാതുകൊണ്ട് കേൾക്കാൻ എനിക്ക് സാധ്യമാവും, അല്ലെങ്കിൽ സാധ്യമാവണം. അർ-റഹ്മാനിർ റഹീം
ഞാൻ അല്ലാഹുവിനെ വിശേഷണങ്ങൾ കൊണ്ട് മൂടുകയാണ്. റഹ്മാനും റഹീമുമായ നാഥൻ. അതിനൊക്കെ പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്. റഹ്മാനെ, അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തിയാണ് അതിന്റെ അനന്തരഫലം. ഭൂമിയിൽ കരുണ കാണിക്കുന്ന നാഥൻ, പരലോകത്ത് സവിശേഷമായി അവന്റെ സച്ചരിതരായ അടിമകളോട് കരുണ കാണിക്കുന്ന നാഥൻ. അല്ലാഹുവേ, ഇരു ലോകങ്ങളിലും കാരുണ്യം നിന്റെ കൈകളിലാണുള്ളത്, എന്നോട് കരുണ ചെയ്യണമേ എന്ന മനസ്സോടുകൂടിയാണ് ഒരു നമസ്കാരത്തിൽ പ്രവേശിച്ച ഒരാൾ അത് ചൊല്ലുന്നത്. അപ്പോൾ അല്ലാഹു അഫ്നാ അലയ്യ അബ്ദി, എന്റെ അടിമയിത എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു, എന്നെ പ്രശംസിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, ഈ ഭൂമിയിൽ ഒരുപാട് ദിവസങ്ങളിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങൾ അതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വരുമ്പോ അത് മാസങ്ങളായി, അത് വർഷങ്ങളായി, അതെന്റെ ആയുസ്സായി മാറി. ഈ ദിവസങ്ങളെല്ലാം അവസാനിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ ദിവസമുണ്ട്, യൗമുദ്ദീൻ. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിട്ട് മനുഷ്യർ പ്രതിഫലം ഏറ്റുവാങ്ങുന്ന നാൾ. അന്ന് ഉടമസ്ഥനും അധികാരിയായുമായുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. ആ നാളിന്റെ ഉടമയായ നാഥ, നിന്നെ ഞാൻ പ്രകീർത്തിക്കുന്നു, നിന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് അതിലൂടെ പറയുന്നത്. മജ്ജദനി അബ്ദി, ഇത് കേട്ട അല്ലാഹു എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരിച്ചു പറയുവാണ്. ഇങ്ങനെ 2-3 ആയത്തുകളിലൂടെ കടന്നു പോകുന്നതോടുകൂടി നമസ്കരിക്കുന്ന വ്യക്തിക്ക് താൻ അല്ലാഹുവിന്റെ അടുപ്പക്കാരനായി എന്ന് ഫീൽ ചെയ്യും. കാരണം അങ്ങോട്ട് അള്ളാഹിനെ സ്തുതിച്ചതാണ്. അപ്പൊ അള്ളാഹു തൊട്ടടുത്ത് നിന്ന് അതിനോട് പ്രത്യുത്തരം ചെയ്യുന്നതിലൂടെ അയാൾ അള്ളാഹു എന്റെ തൊട്ടു മുമ്പിൽ തന്നെയുണ്ട്, ഇനി എനിക്ക് അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാം എന്ന ഒരു മൂഡിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് അയാൾ മാറി. പിന്നീടുള്ള അയാളുടെ സംഭാഷണങ്ങൾ അള്ളാഹുവിനോട് നേർക്കുനേരെയാണ്. അതുവരെ അയാൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്തത്. 3 ആയത്തുകൾ പിന്നിട്ട് 4ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അയാൾക്ക് അള്ളാഹുവിനെ തൊട്ടു മുമ്പിൽ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹുവേ നീ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് അയാൾ സംസാരം തുടരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുക, എന്റെ ജീവിത കാര്യങ്ങളിലുടനീളം നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുക. അല്ലാഹു പ്രത്യുത്തരം ചെയ്യും. ഇതെന്റെ അടിമയുടെ പ്രതിജ്ഞയാണ്. എന്റെ അടിമക്ക് അതുകൊണ്ട് തന്നെ ആ പ്രതിജ്ഞ പാലിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുമെന്ന്. വലിയ അബ്ദി മാ സഅല ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതെനിക്കും എന്റെ അടിമക്കുമുള്ള കരാറാണിത്. അവൻ എന്നോട് എന്നെ മാത്രം ഇബാദത്ത് ചെയ്തു കൊള്ളാമെന്നും എന്നോട് മാത്രം സഹായം തേടിക്കൊള്ളാമെന്നും എന്നോട് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അവനുമിടയിൽ ഒരു കരാർ രൂപപ്പെടുന്നു. ഈ കരാറിന്റെ വ്യവസ്ഥ, അവൻ ഏറ്റെടുത്ത പ്രതിജ്ഞയിലെ വ്യവസ്ഥകൾ അവൻ പാലിക്കുകയാണെങ്കിൽ, നീ പാലിക്കുകയാണെങ്കിൽ നിനക്ക് നീ ചോദിച്ചത് ഞാൻ തരും. അതിന്റെ ആ പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ നമ്മുടെ ആവശ്യമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ, ഈ കെട്ടകാലത്ത് ലലാലത്തിൽ അകപ്പെടാനുള്ള സകല സാധ്യതകളുമുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന എന്നെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു സമയത്തും വ്യതിചലിച്ചു പോവാതെ, നിന്റെ കോപത്തിനിരയാകുന്ന, നിന്റെ അതൃപ്തിക്കിരയാകുന്ന ഒരു മാർഗവും സ്വീകരിക്കാതെ ഈ ഭൂമിയിൽ കടന്നുപോയിട്ടുള്ള സച്ചരിതരായ, നിന്റെ അനുഗ്രഹത്തിന് അർഹരായി തീർന്നിട്ടുള്ള അമ്പിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, അങ്ങനെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ അടിയുറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോട് അല്ലാഹു വലിയ അബ്ദി മാ സഅൽ, ഇതാണ് എന്റെ അടിമയുടെ ആവശ്യമെങ്കിൽ ആ ആവശ്യം അവൻ ചോദിച്ചത് ഞാൻ നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യുത്തരം തരുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തിനെയും മുറിച്ചോതുകയാണ് ചെയ്തിരുന്നത്. ഒന്നിച്ചോതാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക, ഇങ്ങനെ വലല്ലാഹിൻ വരെ തജ്വീദ് അനുസരിച്ച് തന്നെ ഒരാൾക്ക് ഓതാൻ പറ്റും. പക്ഷെ റസൂലിന്റെ നമസ്കാരത്തിലെ പാരായണത്തിന്റെ രീതി ആയത്തുകൾ മുറിച്ചോതുമായിരുന്നു.
അതെന്തിനാന്ന് ചോദിച്ചാൽ ആ പാരായണം അള്ളാഹുമായിട്ടുള്ളൊരു ഹിവാറാണ്, അള്ളാഹുമായിട്ടുള്ളൊരു മുനാജാത്താണ്. അള്ളാഹു അതിനോട് തൊട്ടു മുമ്പിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട്. ആ അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഹൃദയം കൊണ്ട് തൊട്ടറിയാൻ, മനസ്സുകൊണ്ട് തൊട്ടറിയാൻ കഴിയുമ്പോഴാണ് നമസ്കാരം അതിന്റെ ഖുശൂഇലേക്ക് എത്തിച്ചേരുക. വിജയിക്കുന്ന വിശ്വാസികളുടെ നമസ്കാരത്തിന്റെ സ്വഭാവം അതിന് കൈവരിക അപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സ്വഭാവത്തിലൊക്കെ നമ്മുടെ നമസ്കാരത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, അവിടെ നിന്നും വിട്ട് നമസ്കാരത്തിന്റെ ലെവൽ കുറച്ചുകൂടി മികച്ചതാകുക. അത് ജമാഅത്ത് നമസ്കാരത്തിലുള്ള കണിശതയിലൂടെയാണ്. ഒറ്റക്ക് നമസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലമുള്ളതാണ് ജമാഅത്ത് നമസ്കാരം എന്നത് റസൂലിന്റെ അധ്യാപനമാണ്. അത് മാത്രമല്ല, മൻ സ്വല്ല 40 യൗമൻ, 40 ദിവസം ഒരാൾ ജമാഅത്തായി നമസ്കാരം നിർവഹിച്ചാൽ, വലാ തഫൂതുഹു തക്ബീറത്തുൽ ഇഹ്റാം, ഇമാമിനോടൊപ്പം ഒന്നാമത്തെ റക്അത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാത്ത വിധം 40 ദിവസം ഒരാൾ നമസ്കരിച്ചാൽ ഫലഹു ബറാഅത്താൻ, അയാൾക്ക് 2 മോക്ഷങ്ങൾ ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബറാഅത്തുൻ മിനൻ നിഫാഖ് വ ബറാഅത്തുൻ മിനൻ നാർ, ഒന്ന് നിഫാഖിൽ നിന്നുള്ള മോക്ഷവും രണ്ടാമത്തത് നരകത്തിൽ നിന്നുള്ള മോക്ഷവും ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒട്ടും നമസ്കരിക്കാത്തവനിൽ നിന്ന് പടിപടിയായി ഉയർന്ന് നമസ്കാരം അതിന്റെ പൂർണ്ണതയിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ സ്ഥിരമായി നിർവഹിക്കുന്ന ഒരു ശീലത്തിലേക്കും അവസ്ഥയിലേക്കും നമ്മൾ മാറുക. അങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ ചിട്ടകളും ക്രമങ്ങളും മാറുക. അങ്ങനെ മാറുന്നതിലൂടെയാണ് അള്ളാഹുവിനെ ഇബാദത്തുകൾ അർപ്പിക്കുന്നതിലൂടെയുള്ള യഥാർത്ഥ വിജയത്തിലേക്കും പ്രതിഫലത്തിലേക്കും, അഥവാ നരകത്തിൽ നിന്നുള്ള മോക്ഷത്തിലേക്കും സ്വർഗപ്രാപ്തിയിലേക്കും നമ്മൾ എത്തിച്ചേരുക. വിശുദ്ധ റമദാൻ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്താൽ, ഒന്ന് ആസൂത്രണം ചെയ്താൽ, ഈ അവസാനം പറഞ്ഞ ഒരു ലെവലിലേക്ക്, നമസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ നിഫാഖിൽ നിന്നും നരകത്തിൽ നിന്നും നമുക്ക് മോചനമേകുന്ന ഒരു നമസ്കാരത്തിലേക്ക് നമ്മുടെ നമസ്കാര രീതികളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്ന സമയവും സന്ദർഭവുമാണ്. അതിന് തീരുമാനമെടുക്കുക, അതിന് ദൃഢനിശ്ചയം കാണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.